योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। मनोनिवृत्तिः परमोपशान्तिः सा तीर्थवर्या मणिकर्णिका च ज्ञानप्रवाहा विमलादिगंगा सा काशिकाहं निजबोधरूपाम् यस्यामिदं कल्पितमिन्द्रजालम् चराचरं भाति मनोविलासम् सच्चित्सुखैका परमात्मरूपा सा काशिकाहं निजबोधरूपाम् कोशेषु पञ्चस्वधिराजमाना बुद्धिर्भवानी प्रतिदेहगेहम् साक्षी शिवः सर्वगतोऽन्तरात्मा सा काशिकाहं निजबोधरूपाम् काश्यां हि काशते काशी काशी सर्वप्रकाशिकाम् सा काशी विदिता येन तेन प्राप्ता हि काशिकाम् काशीक्षेत्रम् शरीरम् त्रिभुवनजननी व्यापिनी ज्ञानगङ्गाम् भक्तिश्रद्धागयेयम् निजगुरुचरणध्यानयोगः प्रयागः विश्वेशोऽयम् तुरीयः सकलजनमनः साक्षिभूतोऽन्तरात्मा देहे सर्वम् मदीये यदि वसति पुनः तीर्थम् अन्यत् किमस्ति। കാശിക എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നത് എന്ന് അർത്ഥം പറഞ്ഞു. കാശിക്ഷേത്രത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം സുവർണനഗരി എന്നൊരു പേരുണ്ട് കാശിക്ക്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാശിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കൽക്കട്ടയിൽ നിന്നും ബോട്ടില്, അപ്പോ കാശി എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആ ബോട്ടില് കാശി ക്ഷേത്രത്തിനെ ദൂരത്തു നിന്നും കണ്ടിട്ട് ഭാവസമാധിസ്ഥനായിട്ട് നിന്നു എന്നൊരു കഥയുണ്ട്. പിന്നീട് രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു അത്രയും, കാശി ക്ഷേത്രം മുഴുവൻ ഞാൻ സുവർണമയമായിട്ട് കണ്ടു, പ്രകാശമാനമായിട്ട് കണ്ടു. അവിടെ ഹരിചന്ദ്രഘാട്ടത്തില് മരിക്കുന്ന ജീവന്റെ ചെവിയിൽ വിശ്വനാഥൻ താരകമന്ത്രം ഉപദേശിക്കുന്നതായിട്ട് കണ്ടു എന്നൊക്കെ രാമകൃഷ്ണദേവന് ഒരു ദർശനം ഉണ്ടായി എന്ന് ശ്രീരാമകൃഷ്ണ ലീലാമൃതത്തില് ഒരു കഥയുണ്ട്. അതൊക്കെ പുരാണങ്ങൾ കാശിയെ വാഴ്ത്തുന്നതും അങ്ങനെയാണ്, മഹാത്മാക്കളുടെ ദർശനവും അങ്ങനെയാണ്. യഥാ വർണ്ണയത് കർണമൂലേന്തകാലേ ശിവോ രാമ രാമേതി രാമേതി കാശ്യം തദേകം പരം താരക ബ്രഹ്മരൂപം ഭജേഹം 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 എന്ന് രാമഭുജംഗ പ്രയാഗ സ്തോത്രത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു സ്തോത്രമുണ്ട്. കാശിയിൽ താരകോപദേശം. കാശിക്ഷേത്രം പ്രകാശമാനമാണ്. ഇവിടെ ആചാര്യസ്വാമികൾ അതിനെ തന്നെ എടുത്ത് നമ്മളുടെ സ്വരൂപത്തിനെ പറയുകയാണ്. ഏതൊന്ന് പ്രകാശിക്കുന്നത് കൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നത്, അതാണ് കാശി. സാ കാശികാം, അതാണ് കാശികാനഗരി. ആ പരമപ്രകാശമായ വസ്തു യസ്യാമിതം കൽപ്പിതമിന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈകാ പരമാത്മരൂപാ സാ കാശികാഹം നിജബോധരൂപ. ആ പ്രകാശത്തിലാണ് മനസ്സിനെ നിവൃത്തമാക്കി കൊണ്ടുചെന്ന് ഇരുത്തുന്നത്.
ആദ്യത്തെ ശ്ലോകത്തിനെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ബന്ധിപ്പിക്കാം. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയ. അത് നമ്മളെ സമ്പൂർണമായും പവിത്രമാക്കി തീർക്കുന്നു, ഉദ്ബുദ്ധരാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിനെ നിവൃത്തം പിൻവലിച്ച് എവിടെയായി ഇരുത്തുന്നത്? ഏതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമോ അതില്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരേ വീണു വണങ്ങിയോതിടേണം. എവിടെയാ ഈ വണങ്ങി ഓതല് എന്ന് വെച്ചാൽ തന്നിൽ തന്നെയാണ്. അപ്പോ മനസ്സ് നിവൃത്തമായി എവിടെ ഇരിക്കുന്നു? ഏതാണ് അതിന് ആശ്രയസ്ഥാനം, ഇരിപ്പിടം? യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം. ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം. ഈ ജഗത്ത് ഇന്ദ്രജാലമാണ് എന്നാണ് ജ്ഞാനികളുടെ ഒക്കെ ദർശനം. നമ്മൾക്കും അല്പം വിചാരം ചെയ്താൽ ഇന്ദ്രജാലമാണെന്ന് നല്ലവണ്ണം മനസ്സിലാവുകയും ചെയ്യും. പിന്നെയും നമ്മൾ ആ ഇന്ദ്രജാലത്തിന്റെ ഉള്ളിൽ വീഴുകയും ചെയ്യും. ഭാഗവതത്തില് ഒരു ഉപാഖ്യാനുണ്ട്, ചിത്രകേതു ഉപാഖ്യാനം. വൃത്ര ചരിത്രത്തിലാണത് വരുന്നത്. വൃത്രന്റെ പൂർവ്വജന്മമാണ് ചിത്രകേതു. ചിത്രകേതു എന്നുള്ള രാജാവ് നല്ല ഭക്തിമാനായിരുന്നു. അങ്കിരസ മഹർഷിയുടെ പരമ്പരയിൽ വന്നവരായിരുന്നു അവരൊക്കെ. അതുകൊണ്ട് തന്നെ അങ്കിരസ മഹർഷിക്ക് ചിത്രകേതുവിനോട് ഒരു പ്രിയം, ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്കിരസൻ ഇടയ്ക്കിടയ്ക്ക് ചിത്രകേതുവിനെ കാണാനായിട്ട് വരും. പലവട്ടം അങ്കിരസ മഹർഷി ചിത്രകേതുവിന് ആത്മോപദേശം ചെയ്യാനായിട്ട് മുതിർന്നതാണ്. പക്ഷെ സാധിക്കുന്നില്ല അങ്കിരസന്. രാമകൃഷ്ണ പരമഹംസർ പറയും, ചില കാര്യമൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ചില ആളുകൾ വന്നിരുന്നാൽ മഹാമായ എന്റെ വായ അടച്ചു പിടിക്കണമെന്നാണ്, പറയാൻ സമ്മതിക്കണില്ല. എന്നുവെച്ചാൽ അവർക്ക് ഇനിയും പലതും വാസനകൾ ഉള്ളതുകൊണ്ടും അനുഭവിക്കാനുള്ളതുകൊണ്ടും ഉള്ളിന്ന് അത് പുറത്തുവിടാൻ സമ്മതിക്കണില്ല എന്നാണ് ആ ശക്തി. അവരുടെ ഉള്ളിലേക്ക് അത് ചെല്ലാൻ പാടില്ല. അപ്പൊ ചിത്രകേതുവിന് ബ്രഹ്മോപദേശം ചെയ്യാൻ അങ്കിരസൻ ആഗ്രഹിച്ചിട്ടും അങ്കിരസന് സാധിച്ചില്ല. അങ്കിരസ മഹർഷി വരുമ്പോഴൊക്കെ ചിത്രകേതുവിന് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എനിക്കൊരു കുഞ്ഞില്ല. രാജാവായതുകൊണ്ട് ധാരാളം രാജ്ഞിമാരുണ്ട്, പക്ഷെ ഒന്നിലും അദ്ദേഹത്തിന് കുട്ടികളില്ല. അപ്പൊ അങ്കിരസൻ പറഞ്ഞു, ഇതിനാണ് അന്യാഭിനിവേശം എന്ന് പറയാം. അന്യാഭിനിവേശം എന്ന് വെച്ചാൽ ഭഗവാനോട് വെക്കേണ്ട പ്രിയം മറ്റു വസ്തുക്കളിലേക്ക് പോകുന്നതാണ് അന്യാഭിനിവേശം. വേറെ എന്തിനെങ്കിലുമൊക്കെ ഒരു പ്രാമുഖ്യമുള്ളപ്പോ ആത്മവിചാരത്തിന് ഉപദേശം കിട്ടിയാലും ശ്രദ്ധ അവിടെ ചെല്ലില്ല. ഈ അന്യാഭിനിവേശമുള്ളതുകൊണ്ട് ആത്മാവിൽ ശ്രദ്ധ ചെല്ലില്ല. അന്യാഭിനിവേശമുള്ളത്തോളം കാലം എത്രയൊക്കെ നമ്മൾ ഉപദേശം കേട്ടാലും വേദാന്ത ശ്രവണം ചെയ്താലും ഭക്തിമാർഗത്തില് കേട്ടാലും ഒന്നും ഉള്ളിലേക്ക് ചെല്ലില്ല. കാരണം നമ്മളുടെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. കേട്ട് കഴിഞ്ഞതും നമ്മളുടെ ശ്രദ്ധ വീണ്ടും നമുക്ക് മുഖ്യമായ അഭിനിവേശം എവിടെയാണോ അവിടേക്ക് ചെല്ലും. കേൾക്കുമ്പോൾ സുഖമായി കേട്ടാൽ പോലും ആ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഭിനിവേശം എവിടെയാണോ അവിടേക്ക് ചെല്ലും. അപ്പൊ ചിത്രകേതുവിന് അഭിനിവേശം മുഴുവൻ കുഞ്ഞില്ല, കുട്ടി ജനിച്ചിട്ടില്ല എന്നുള്ളതായതുകൊണ്ട് അങ്കിരസൻ പറഞ്ഞു, ആദ്യം ഒരു കാര്യം, ആ സങ്കല്പം അങ്ങോട്ട് നിർവ്വാണമാകട്ടെ, ആ ആഗ്രഹം അങ്ങോട്ട് ലെറ്റ് ഇറ്റ് എക്സ്പ്ലോഡ്. അപ്പോ ഒരു യാഗം ചെയ്ത് അതിന്റെ ചരു ചിത്രകേതുവിന് കൊടുത്തിട്ട് പറഞ്ഞു,
നിങ്ങളുടെ രാജ്ഞിമാരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയമായ ഒരു രാജ്ഞിക്ക് കൊടുക്കൂ. അപ്പൊ തന്നെ കുഴപ്പമാണ്. കൃതദ്യുതി എന്ന് പറയുന്ന ഒരു രാജ്ഞിക്ക് ആ ചരു പ്രത്യേകമായി എടുത്തു കൊടുത്തു. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ അസൂയായി. അവർക്കൊക്കെ അപ്പൊ തന്നെ അസൂയായി കഴിഞ്ഞു. ആ കൃതദ്യുതിയില് ഒരു ആൺകുട്ടി ജനിച്ചു. മറ്റു രാജ്ഞിമാരുടെ അസൂയ മൂക്കുകയും ചെയ്തു. രാജാവ് എപ്പോഴും ഈ കൃതദ്യുതിയുടെ കൂടെ ഇരിക്കും. ആ കുട്ടിയെ ലാളിച്ചുകൊണ്ട് വാത്സല്യം കാണിച്ചുകൊണ്ട് പ്രിയം കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഇങ്ങനെ രാജാവ് ബാക്കിയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ ആയപ്പോ ബാക്കി രാജ്ഞിമാർക്കൊക്കെ അസൂയ മൂത്ത്. അസൂയയാണ് ആഭിചാരം എന്നൊക്കെ പറയണത്, അല്ലാതെ മന്ത്രജപമൊന്നുമല്ല. ആളുകൾ ആഭിചാരം ചെയ്യണമെന്നൊക്കെ പറയണമല്ലോ. ഈ ആഭിചാരം എന്ന് പറയണത് മന്ത്രം ജപിക്കുകയൊന്നും വേണ്ട. നമ്മളുടെ അടുത്ത് ആർക്കെങ്കിലും അസൂയ തോന്നുകയോ നമ്മൾക്ക് മറ്റുള്ളവരോട് പ്രബലമായി അസൂയ തോന്നുകയോ ചെയ്താൽ മതി. ആ ഒറ്റ വികാരം മതി ബാക്കിയുള്ളവരുടെ മേലെ ആഭിചാരമായിട്ട് മാറാനായിട്ട്. ഇങ്ങനെ അസൂയ മൂത്ത് കഴിഞ്ഞപ്പോ, പെരുത്ത് കഴിഞ്ഞപ്പോ രാജ്ഞിമാര് ആ കുഞ്ഞിന് വിഷം വെച്ച് ആ കൊച്ചുകുട്ടിയെ വധിച്ചു. ഇത് അങ്കിരസന് മുമ്പേ അറിയുകയും ചെയ്യാം. അങ്കിരസൻ കുട്ടി ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുമ്പോ തന്നെ പറഞ്ഞു, ഈ കുഞ്ഞിൽ നിന്നും അങ്ങയ്ക്ക് സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും. അതെന്താ അങ്ങനെ ആശീർവദിച്ചതെന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. എത്രയധികം സന്തോഷം തരുന്നു അത്രയധികം ആ വസ്തുവിൽ അറ്റാച്ച്ഡ് ആവും. അത്രയധികം അറ്റാച്ച്ഡ് ആയ വസ്തുവിൽ നിന്ന് ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. അതെല്ലാ വസ്തുക്കളുടെയും സ്വഭാവമാണ്. അങ്കിരസന് പ്രത്യേകിച്ച് ചിത്രകേതുവിന്റെ പ്രാരബ്ധം അറിയാവുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞും കൊടുത്തു. ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോ രാജാവ് കരയുന്നു, രാജ്ഞി കരയുന്നു. സഹിക്കവയ്യാതെ ദുഃഖം, വളരെ വിഷമിച്ച് കരയുമ്പോ അങ്കിരസനും നാരദനും കൂടെ ചിത്രകേതുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ചിത്രകേതു ചോദിച്ചു, ഇപ്പൊ എന്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ആരാണ്? അങ്കിരസൻ പറഞ്ഞു, ഞാൻ അങ്കിരസനാണ്, ഇത് നാരദനാണ്. അഹം തേ പുത്രകാമസ്യ പുത്രദോസ്മി അങ്കിരാ നൃപ. ഞാൻ അങ്ങയ്ക്ക് പുത്രനുണ്ടാവട്ടെ എന്ന് ആശീർവദിച്ച് അങ്കിരസനാണ്. ഇത് കൂടെ വന്നിരിക്കുന്നത് നാരദ മഹർഷിയാണ്. ഞാൻ പലവട്ടം അങ്ങയെ കാണാൻ വന്നതൊക്കെ തന്നെ അങ്ങയ്ക്ക് ആത്മതത്വം ഉപദേശിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ ജ്ഞാത്വാ അന്യാഭിനിവേശം തേ പുത്രമേവ ദധാമ്യഹം. അങ്ങയ്ക്ക് അന്യാഭിനിവേശമുണ്ടെന്ന് കണ്ടതുകൊണ്ട് അങ്ങയ്ക്ക് ശരി ആ ആഗ്രഹം അങ്ങോട്ട് തീർന്നോട്ടെ എന്ന് പറഞ്ഞ് പുത്രനുണ്ടാവാനായിട്ട് ഞാൻ ആശീർവദിച്ചതാണ്. ഇപ്പൊ അങ്ങൊരു കാര്യം കാണുന്നു, ഇപ്പൊ അങ്ങ് തന്നെ കാണുന്നു, ലോകത്തില് പുത്രനുണ്ടായാൽ സുഖം ഉണ്ടാവുമെന്ന് അങ്ങ് ധരിച്ചു. സുഖം ഉണ്ടാവുകയും ചെയ്തു, അതിൽ ദുഃഖം ഉണ്ടാവുകയും ചെയ്തു. ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഇങ്ങനെയാണ്. ഏവം രാജന് ഗൃഹാഹ രായഃ വിവിധൈശ്വര്യ സമ്പദഃ ശബ്ദാദയശ്ച വിഷയാഃ ഛലാ രാജ്യവിഭൂതയഃ മഹി രാജ്യം ബലം കോശോ ഭൃത്യാമാത്യാ സുഹൃജനാഃ സർവേപി ശൂരസേനേ മേ ശോക മോഹ ഭയ ആർത്തിദാഃ ഗന്ധർവനഗരപ്രഖ്യാഃ സ്വപ്നമായാ മനോരഥാഃ ദൃശ്യമാനാഃ വിനാർത്ഥേന ന ദൃശ്യന്തേ മനോഭവാഃ. ഹേ രാജൻ, ഗന്ധർവനഗരപ്രഖ്യാഃ, ഗന്ധർവനഗരം പോലെ കാണുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും. ഒരു പാത്രത്തിലെ വെന്തിരിക്കുന്ന അരിയിൽ നിന്നും ഒരു വറ്റെടുത്ത് ഞെക്കി നോക്കിയാൽ ബാക്കിയുള്ള വറ്റുകളൊക്കെ തന്നെ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഒരു അനുഭവത്തിൽ നിന്നും ദുഃഖം വരുന്നത് കാണുമ്പോൾ ബാക്കിയുള്ള അനുഭവങ്ങളിലൊക്കെ ദുഃഖമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഗന്ധർവനഗര പ്രഖ്യം എന്ന് വെച്ചാൽ, ഗന്ധർവനഗരം എന്ന് വെച്ചാൽ ഇന്ദ്രജാലം. മാജിക് ഷോ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പലതും മുമ്പിൽ കാണും.
തിരുവനന്തപുരത്ത് ഒരു മാജിക് ഷോ കാണിച്ചിട്ട് ആകാശത്തില് ദേവാസുര യുദ്ധം കാണിച്ചു. തലയില്ലാത്ത ശരീരമൊക്കെ ചുവട്ടിൽ വീഴുക, രക്തം വാർന്നൊഴുക, കുന്തം വാളമൊക്കെ മുകളിൽ നിന്ന് വീഴുക. ആളുകൾ ഇതൊക്കെ വാസ്തവാണെന്ന് കണ്ട് സർവത്ര ഓടി അവര് വീണ് കൈയും കാലും ഒക്കെ പൊട്ടി. ഗന്ധർവനഗരപ്രഖ്യം എന്ന് വെച്ചാൽ ഗന്ധർവനഗരം എന്ന് വെച്ചാൽ ഇന്ദ്രജാലമാണ്. ഇന്ദ്രജാലം എന്ന് പറയാൻ കാരണം എന്താ? ആദൗ അന്തേജ എന്നാസ്തി വർത്തമാനേപി തത്തത. കുറച്ചു കാലം മുമ്പ് ഇതൊന്നുമില്ല, കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവാൻ പോണു. നടുവിൽ കാണുന്നതിനെയാണല്ലോ നമ്മള് സിനിമ എന്നോ ടി വിയിൽ ഉള്ള ഷോവോ ഒക്കെ അങ്ങനെയാണല്ലോ. വാസ്തവമല്ല എന്ന് പറയാൻ കാരണം എന്താ? കുറച്ചു മുമ്പില്ല, കുറച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ നടുവിൽ കാണുമ്പോ കുറച്ചു നേരത്തേക്ക് ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് നമ്മൾക്ക് എന്റർടൈൻമെന്റ് വാല്യൂ. അതേപോലെ ഈ കാണുന്ന ജഗത്തില് എല്ലാ വസ്തുക്കളും നമ്മളുടെ ശരീരം, മനസ്സ് ഒക്കെ അടക്കം കുറച്ച് മുമ്പ് ഇല്ലാതിരുന്നതും ഇപ്പൊ ഉണ്ടായതും ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവാൻ പോണതുമാണ്. യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം. ചരാചരമായത് മുഴുവൻ മനോവിലാസം. നോക്കണം, ഇതിലധികം സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറയണത്. ചിലപ്പോ ലോകത്തിൽ ആസക്തരായിട്ടുള്ള ആളുകൾക്ക് ഈ ഫിലോസഫി വളരെ വിഷമമുണ്ടാക്കും. ഇങ്ങനെ പറയുമ്പോ ഒക്കെ മനോവിലാസമാണ്, ഇന്ദ്രജാലമാണ്, മായയാണെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് പ്രയോജനം? ഇന്ദ്രജാലമാണ്, മായയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഈ ടീച്ചിങ്. ഈ ഉപദേശത്തിന്റെ പ്രയോജനം ഇത് ഇന്ദ്രജാലമാണെന്നോ മായയാണെന്നോ പറയാനല്ല. മായ എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ ടി വിയിലും സിനിമയിലും കാണുന്ന പോലെയാണെന്നോ സ്വപ്നം പോലെയാണെന്നോ എന്ന് കരുതണ്ട. നിത്യമല്ല എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആഴമായ വിചാരദശയിൽ നമുക്ക് കാണാം, മനസ്സ് ഉദിക്കുമ്പോഴാണ് എല്ലാം ഉദിക്കുന്നത് എന്നുള്ളതും പ്രത്യക്ഷമായി നമുക്ക് കാണാം. മനസ്സ് ഉദിക്കുമ്പോൾ എല്ലാം ഉദിക്കുകയും മനസ്സ് അസ്തമിക്കുമ്പോൾ എല്ലാം അസ്തമിക്കുകയും ചെയ്യുന്നത് നമ്മൾ ദിവസം കാണുന്നുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സ് ലയിച്ചു കഴിയുമ്പോൾ ശരീരവുമില്ല, പ്രപഞ്ചവുമില്ല, ഞാൻ എന്നുള്ള വ്യക്തിത്വവുമില്ല. മനസ്സ് ഉദിക്കുമ്പോൾ ശരീരം പൊന്തി വരുന്നു, പ്രപഞ്ചം പൊന്തി വരുന്നു, എല്ലാം പൊന്തി വരുന്നു. അല്ലേ? ദിവസമുള്ള അനുഭവമാണ്. അതാണ് മനോവിലാസം എന്ന് പറയുന്നത്. വിവേക ചൂടാമണിയിൽ ഒരു ശ്ലോകമുണ്ട്, നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭതേ. മനസ്സ് വിജൃംഭണ ആവുമ്പോ എല്ലാം പൊന്തണു, മനസ്സ് അസ്തമിക്കുമ്പോ എല്ലാം അസ്തമിക്കുന്നു. ഇപ്പോ മനസ്സ് ഈ ഇങ്ങനെ ഒരു സയന്റിഫിക് ഫിനോമിനൻ പോലെ ഇതിനെ അങ്ങോട്ട് പറയുക എന്നുള്ളത് ഒരു ഉദ്ദേശമേ അല്ല. ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഈ ലോകം എവിടുന്ന് വന്നുവെന്നോ ലോകത്തിന്റെ ആദ്യന്തത്തിനെ കുറിച്ചോ ചോദ്യം ചോദിച്ച് ഇന്റലക്ച്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ല, ഇത് ഇന്ദ്രജാലമാണ് എന്ന് വെച്ചാൽ ഇന്ദ്രജാലത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. സ്വപ്നത്തിൽ കാണുന്നതിന് എക്സ്പ്ലനേഷൻ തേടി സമയം കളയണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുന്ന വസ്തുവിലേക്ക് പോകൂ. രമണ ഭഗവാന്റെ ടോക്സിൽ മുഴുവൻ നോക്കിയാൽ ലോകം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഭഗവാൻ ലോകത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് പകരം ലോകത്തിനെ ആര് കാണുന്നു എന്ന് ചോദിക്കും. ഞാനാണ് കാണുന്നത്, ഞാൻ കാണുന്നല്ലോ, ആ കാണുന്നവൻ ആരാണ് എന്ന് അന്വേഷിച്ച് തന്നിൽ നിന്നാൽ ലോകം ലോകത്തിന്റെ കാര്യം നോക്കിക്കോളും. നീ നിന്റെ സ്വരൂപത്തിൽ നിൽക്കും. ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു വസ്തുവിലും നമുക്ക് ഒരു കാലത്തും ഒരു തീരുമാനത്തിലും എത്താൻ പറ്റില്ല. ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ഭഗവാൻ പറയണു, മറ്റുള്ളവരെ കുറിച്ചും മറ്റു വസ്തുക്കളെ കുറിച്ചും റിസർച്ച് ചെയ്യരുത് എന്നാണ്. കാരണം ഒരിക്കലും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മള് സാധാരണ വർത്തമാനം പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് വർത്തമാനം പറയും, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയും. നമ്മളുടെ വായ അങ്ങനെ പഴകിക്കഴിഞ്ഞു, നമ്മൾക്ക് തോന്നുന്നത്, ബുദ്ധിയിൽ തോന്നുന്നതൊക്കെ ഓരോ വ്യക്തികളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടത്തും.
ഇത്തിരി മാറി നിന്ന് അത് കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തതിനും ആ വ്യക്തിക്കും തമ്മിൽ ഒരു സംബന്ധവും ഇല്ല. നമ്മളുടെ കോൺസെപ്റ്റ്സ് കുറെ അങ്ങോട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളുടെ സങ്കല്പമാണ്. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല. ജീവചരിത്രം എന്നൊക്കെ പറയണമല്ലോ, അതിൽ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ളതെന്ന് ആളുകൾ പറയണത് ഓട്ടോബയോഗ്രഫിയാണ്. അതായത് അവരവരുടെ കഥ അവരവരെഴുതുക. ബാക്കിയുള്ളവരെ കുറിച്ച് എഴുതുമ്പോ അതിലൊക്കെ കലർപ്പുണ്ടാവും. അതുകൊണ്ട് ഓട്ടോബയോഗ്രഫി, ആത്മകഥ എന്ന് മലയാളത്തിൽ പറയും നമ്മൾ. ആത്മകഥ വളരെ ജെനുവിനായിരിക്കും എന്നാണ്. ശരിയാവില്ല. ഞാൻ തന്നെ എന്റെ ചരിത്രം എഴുതിയാലും എന്റെ ഭാവന അതിൽ കലക്കും, എന്റെ ഓർമ്മ പെശകുകൾ അതിൽ വരും. ചിലതൊക്കെ ഞാൻ മറച്ചു വയ്ക്കും, ചിലതൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കും, ഒക്കെ ചെയ്യും. ചുരുക്കത്തിൽ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടും കരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും പൂർണ്ണമായ സത്യത്തിനെ നിശ്ചയിക്കാൻ സാധ്യമേയല്ല. ഏത് വസ്തുവിനെ കുറിച്ചും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചും ആ ഒബ്ജക്റ്റായിട്ട് മാറാതെ നിങ്ങൾക്ക് അതിനെ അറിയാൻ പറ്റില്ല. അവിടെയാണ് സയൻസ് ഒക്കെ പെർഫെക്റ്റ് ആവാതെ നിൽക്കാൻ കാരണം. ഒരു ഒബ്ജക്റ്റിനെയും ആ ഒബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് മാറാതെ ആ ഒബ്ജക്റ്റിനെ അറിയാൻ പറ്റില്ല. ആ ഒബ്ജക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലനേഷനും ചെയ്യുമ്പോഴും കുഴപ്പം വരും. അപ്പൊ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു, പരസ്വഭാവകർമാണി ന പ്രശംസേൻ ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച പരസ്വഭാവകർമാണി യഃ പ്രശംസതി നിന്ദത്തെ സ ആശുഭ്രശ്യത്തെ സ്വാർത്ഥാത് അസതി അഭിനിവേശതഃ. ഹേ ഉദ്ധവരെ, അസത്തിലുള്ള അഭിനിവേശം വിടണം. പരൻ എന്ന് വെച്ചാൽ മറ്റൊരാള് എന്നർത്ഥം മാത്രമല്ല, മറ്റു വസ്തുക്കൾ നമ്മളുടെ സത്തയല്ലാതെ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ഉള്ള അഭിനിവേശം നമ്മളെ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കും. അനാത്മചിന്തനം തെക്വാ കശ്മലം ദുഃഖകാരണം ചിന്തയ ആത്മാനം ആനന്ദകാരണം ചിന്തയ ആത്മാനം ആനന്ദരൂപം എൻ മുക്തികാരണം. അനാത്മവസ്തുക്കളിൽ നിന്നും പതുക്കെ പതുക്കെ ശ്രദ്ധയെ തിരിച്ച് തന്നിലിരുത്തുക. ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് വരിക. ദൃശ്യത്തിൽ ശ്രദ്ധയെ വിടാതിരിക്കുക. അത് സ്വപ്നം പോലെയാണ് എന്ന് കരുതിക്കൊള്ളുക. യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം. ഈ ചരാചരം മുഴുവൻ ഏതൊന്നിലാണോ നിൽക്കുന്നത്, ഏതിലാ നിൽക്കുന്നത് ഈ പ്രപഞ്ചം? സംശയം എന്താ? പ്രപഞ്ചത്തിനെ കാണുന്നവനിലാണ്. പ്രപഞ്ചത്തിനെ എങ്ങനെ കാണുന്നു? കണ്ണുകൊണ്ട്. കണ്ണിലൂടെ ആര് കാണുന്നു? മനസ്സ്. മനസ്സ് എവിടെ ഉദിക്കുന്നു? ഉണർവില്, ബോധത്തില്. ഇതിനാണ് ന്യാസം എന്ന് പറയണത്. ന്യാസോ ഹി ബ്രഹ്മാ ബ്രഹ്മാ ഹി പരഹ എന്നൊക്കെ ശ്രുതി പറയണത്. ഈ ന്യാസം എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ ലോകത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിലേക്കും, ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിലേക്കും, മനസ്സിൽ നിന്നും ബുദ്ധിയിലേക്കും, ബുദ്ധിയിൽ നിന്നും ബുദ്ധിയുടെ മൂലത്തിലേക്കും പോവുക. അതിനാണ് യോഗം എന്ന് പേര്. ഇന്ദ്രിയേഭ്യഃ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. വിഡ്രോവൽ അതാണ് മനോനിവൃത്തി. പുറം വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ ലോകത്തിനെ കാണുന്നത്. കണ്ണടച്ചാൽ, ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചാൽ, ഉള്ളില് മനസ്സിൽ നമുക്ക് ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ സൂക്ഷ്മരൂപത്തിനെ കാണാം. ആ മനസ്സും ശാന്തമായാൽ, ബുദ്ധി കൊണ്ട് മനസ്സ് അടക്കപ്പെട്ടാൽ, ആ ബുദ്ധിയും ചേഷ്ടയില്ലാതെ ഒടുങ്ങിയാൽ അവിടെ സച്ചിത് സുഖൈക പരമാത്മരൂപ കാശിക. കണ്ണു തുറന്ന് നോക്കുമ്പോ
സഗുണമായിട്ട് ഏത് കാണുന്നുവോ അത് തന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ച് മൂലത്തിൽ ചെല്ലുമ്പോൾ ഗുണാതീതമായ ശുദ്ധ ബോധസ്വരൂപമായും കാണും. സഗുണ നിർഗുണം ആത്മരൂപം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം പാപേ രതിം ച സുനിവാര്യ മനസ്സമാധൗ ആദായ ഹൃത്കമലമധ്യഗതം പരേശം വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. ശിവനെ എങ്ങനെ ഭജിക്കണം? വാരാണസീപുരപതിയെ എങ്ങനെ ഭജിക്കണം? ആശാം വിഹായ. ആശ എന്ന് വെച്ചാൽ എന്താ? മനസ്സിന്റെ ബഹിർമുഖ യാത്രയ്ക്ക് കാരണം ആശയാണല്ലോ. ഒരു ഡിസയർ ഉള്ളപ്പോ മൈൻഡ് മൂവ്സ് ടുവേർഡ്സ് ദാറ്റ് ഒബ്ജക്ട്. അപ്പോ ആശാം വിഹായ പരിഹൃത്യ പരസ്യ നിന്ദാം, വെളിയിലുള്ള വസ്തുക്കളോട് നിന്ദാ സ്തുതി രണ്ടുമില്ലാതെ പാപേ രതിം ച സുനിവാര്യ, നമ്മളുടെ മനസ്സിനെ ചപലപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ചെന്ന് പെട്ടുപോവാതെ മനസ്സമാധൗവാദായ ഹൃത്കമലമധ്യഗതം, ഹൃദയകമലത്തിന്റെ മധ്യത്തില് വിരാജിക്കുന്നതായ വാരാണസീപുരപതിം ഭജ വിശ്വനാഥം. റിട്ടേൺ ഹൃദയത്തിലേക്ക് വരിക എന്നാണ്. അവിടെയാണ് സമാധി, അവിടെയാണ് ശാന്തി, അവിടെയാണ് നിശ്ചലത. ആ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി, ആ നിശ്ചലതത്വമാണ് ഇവിടെ പറഞ്ഞത്. സച്ചിത് സുഖൈക, സത്ത് ചിത്ത് സുഖം. ഇതിനെ സത്ത് ചിത്ത് ആനന്ദം എന്നും പറയാം. സത്ത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം. ചിത്ത് എന്ന് വെച്ചാൽ അതുള്ളത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു. സുഖം എന്ന് വെച്ചാൽ അതിൽ നിന്ന് അത് നമ്മളുടെ സെന്ററിൽ പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിതം മുഴുവൻ നെട്ടോട്ടം വട്ടോട്ടം നടത്തണത്. സുഖം എവിടെ കിട്ടും, സുഖം എവിടെ കിട്ടും, എവിടെ സുഖം കിട്ടണോ അവിടെയൊക്കെ പോയി പറ്റിക്കൂടുകയോ ഒക്കെ ചെയ്യാൻ കാരണം വസ്തുക്കൾക്ക് വേണ്ടിയല്ല, ചില വസ്തുക്കളോ ചില വ്യക്തികളോ ചില ആശയങ്ങളോ കാരണം എന്റെ ഉള്ളിൽ ഇരിക്കുന്ന സുഖസ്വരൂപമായ വസ്തുവിൽ നിന്നും അല്പം സുഖമൂറി വരുന്നു. ഒരു നായയ്ക്ക് ഇത്തിരി എല്ലിന്റെ കഷ്ണം കിട്ടി, നായ അമർത്തി കടിച്ചു. കടിച്ചപ്പോ നായയുടെ നാവ് പൊട്ടിയിട്ട് ചോര വന്നു. നായ വിചാരിച്ചു ഈ എല്ലിന്നാണ് ചോര വരണതെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും എല്ലിനെ കടിച്ചുകൊണ്ടിരുന്നു അത്രയും. അതുപോലെ വസ്തുക്കളെ അനുഭവിക്കുമ്പോൾ ഒരു സുഖം കിട്ടണുണ്ട്. ആ സുഖം എവിടുന്ന് വരുന്നു? ഇവിടുന്നാണ്, ഈ സെന്ററിൽ നിന്നാണ്. ശവത്തിന് സുഖമൊന്നുമില്ലല്ലോ. ശവത്തിന്റെ മുമ്പിൽ പാട്ടുപാടിയാലും ശവത്തിന്റെ മുമ്പില് മധുരപലഹാരം കൊണ്ടുവച്ചാലും ഒന്നും അതിന് സുഖമില്ല. സുഖം എവിടുന്ന് വരുന്നു? ആ ശവത്തിന്റെ ഉള്ളിൽ ഒരു ശിവമുള്ളപ്പോ ആ ശിവത്തിന് ഞാനുണ്ട് എന്നുള്ള അനുഭവം ആദ്യം വരണു. ഇറ്റ് റെക്കഗ്നൈസസ് അതേഴ്സ്, മറ്റുള്ളവരെ ഉണ്ട് എന്ന് മനസ്സിലാക്കണു. പിന്നെയോ തന്റെ ഉള്ളിലൊരു സുഖത്തിനെ കണ്ടിട്ട് ആ സുഖത്തിന്റെ തന്നെ മറ്റൊരു ഡയമെൻഷനാണ് ദുഃഖം. സുഖം കിട്ടാതാവുമ്പോ ദുഃഖം വരണം. അപ്പോ സുഖം നമ്മളിലുണ്ട്, പ്രിയം നമ്മളിലുണ്ട്. പ്രിയ സുഖം, പ്രിയം, ആനന്ദം ഇതൊക്കെ പര്യായപദങ്ങളാണ്. ആ സുഖത്തിനെ തന്നെയാണ് ഭക്തി എന്നും പറയണത്. നാരദൻ ഭക്തിസൂത്രത്തില് സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് പറഞ്ഞു. അനിർവചനീയം പ്രേമസ്വരൂപം എന്നൊക്കെ പറഞ്ഞു. നിർവചിക്കാൻ കഴിയാത്ത പ്രേമസ്വരൂപമായിട്ടുള്ളതും അമൃതസ്വരൂപമായിട്ടുള്ളതുമായ ആ വസ്തുവിൽ പരമപ്രേമത്തിനാണ് ഭക്തി എന്ന് പറയണത്. അവിടെ അഭിമാനത്തിന്റെ നിശേഷ, അത് അഭിമാനദ്വേഷിത്വാത് എന്നാണ്. അതായത് അഭിമാനം ഇത്തിരി ഉണ്ടെങ്കിൽ ആ വസ്തു പൂർണ്ണമായും പ്രകാശിക്കില്ല. അഭിമാനദ്വേഷിത്വാത് ദൈന്യപ്രിയത്വാച്ച് എന്ന്. അവിടെ അഹങ്കാരം ഇല്ലാതാവുകയും അഭിമാനമില്ലാതാവുകയും ചെയ്യുമ്പോൾ ആ സുഖം, നിർവിശേഷമായ സുഖം ഊറി 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 വരുന്നു, സ്വാത്മസുഖം. അപ്പൊ അത് ഉണ്ട് എന്നുള്ള അനുഭവം അതിന്റെ സത് എന്ന അംശമാണ്. ഉണ്ട്, ഞാനുണ്ട്. ഒരിക്കലും നമുക്ക് ആ അനുഭവം നഷ്ടപ്പെടുന്നില്ല.
മനസ്സ് ചിത്തവൃത്തികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനു പുറകിൽ ഒരു ചലനമില്ലാതെ കൂട്ടം പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിന് കൂട്ടസ്ഥം എന്ന് പേര്. അത് സത് ഉണ്ട് എന്നുള്ള അനുഭവമാണ്. നമുക്ക് സദാ അത് കിട്ടിയിട്ടുണ്ട്. അതിനെ നഷ്ടപ്പെടുത്താനേ സാധിക്കില്ല. എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോഴും ഒന്ന് ആലോചിച്ചാൽ മതി, ഈ മനസ്സിലായില്ല എന്ന് പറയണത് ആരാ? ആ പറയുന്ന ആൾക്ക് പുറകിൽ അതുണ്ട്. ആ മനസ്സിലായില്ല എന്നുള്ള ആ തോട്ടിനെയും വിട്ടിട്ട് ചുമ്മായിരുന്നാൽ ആ ചുമ്മായിരിക്കുന്ന വസ്തുവിനെ അകമേ കാണും. സത്തായിട്ടുള്ള വസ്തുവിനെ അവിടെ കാണും. സത്താ ചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷാ നേദം വാപി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോഃ യത് പ്രോക്തം കരുണാവശാത് ത്വയി മയാ ശ്രദ്ധസ്വാനക ശുദ്ധബുദ്ധിരസി ചേത് മാത്രാസ്തു തേ സംശയാ. ശ്രീ ശങ്കരാചാര്യരുടെ പ്രൗഢാനുഭൂതി എന്നൊരു കൃതിയുണ്ട്. അത് തുടങ്ങുന്നത് ശിഷ്യന്റെ അടുത്ത് ആചാര്യൻ ചോദിക്കുകയും ആചാര്യനോട് ശിഷ്യൻ ചോദിക്കുകയും ആചാര്യൻ പറയാണ്. അപ്പൊ ആചാര്യന് പറയണമെന്ന് വരുമ്പോഴേ ചിത്തവൃത്തികളെ കൊണ്ടുവരികയും വേർഡ്സിനെ വാക്കുകളെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യണ്ടു. അല്ലെങ്കിൽ ആ നിശ്ചലമായ വസ്തു നിരന്തരം അപരോക്ഷമായി സിദ്ധമാണ്. അതിനെ പറയാൻ വാക്കുകളൊന്നും വേണ്ട. ആചാര്യൻ അവിടെ തന്നെ പറയണു, ആത്മാ അനാത്മാ എന്നൊന്നും പറയാൻ എനിക്കിഷ്ടമില്ല എന്നാണ്. നീ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അതിനേക്കാളും കഷ്ടകാലമാണ് നമ്മളുടെ കഷ്ടകാലം. എന്താന്ന് വെച്ചാൽ ഒരു മൈക്കിനെ വെച്ച് 7 മണി മുതൽ 8 മണി വരെ പ്രസംഗിക്കൂ എന്ന് പറയുമ്പോ വാക്കുകളെ നിർബന്ധമായും കൊണ്ടുവരികയും പറയുകയും ഒക്കെ വേണം. ആത്മാ അനാത്മ വിവേചനാപി മമനോ വിദ്വത്കൃതാ രോചത്തെ അനാത്മാ നാസ്തി യദസ്തി ഗോചര വപുഹു കോവാ വിവേക്തും ക്ഷമി. ആചാര്യസ്വാമികൾ അവിടെ ചോദിക്കുകയാണ്, ഇത് ആത്മാവാണെന്നും ഇത് അനാത്മാവാണെന്നും ഞാനെന്നും ദേഹമെന്നും ദൃക്കെന്നും ദൃശ്യമെന്നും ഒക്കെ പറയാൻ എനിക്കിഷ്ടമില്ല. കാരണം ആ ദൃശ്യം അവിടെ ഇല്ല. ദൃക്കായിട്ടുള്ള സത്താചിത് സുഖരൂപമായ സത്യമേ ഉള്ളൂ. അത് കുഞ്ഞെ ഞാൻ നിരന്തരം അനുഭവിക്കണു. പിന്നെ നീ ചോദിക്കുകയാണെങ്കിൽ ശരീരം ഉണ്ടല്ലോ ലോകം ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഉണ്ട് എന്ന് നീ സമർത്ഥിക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ സയന്റിഫിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നീ കൊണ്ടുവരൂ, ഞാൻ നോക്കട്ടെ എന്നാണ്. സയൻസിന്റെ അടുത്ത് മുഴുവനുള്ള ഒരു ചാലഞ്ചാണത്. ഉണ്ട് എന്ന് നിത്യനിരന്തരം അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അഹമസ്മി, ഞാൻ ഉണ്ട് എന്നുള്ള ബോധം മാത്രമാണ്. അതിൽ ലഗ്നമായവന് ഊഷരദേശത്തിൽ കാണുന്ന ജലം പോലെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ലോകവും ഒക്കെ കാണപ്പെടുന്നുണ്ട്, വാസ്തവം. പക്ഷെ അയാൾക്ക് നല്ലവണ്ണം അറിയാം ഇതിനെ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മരുഭൂമിയിൽ വെള്ളം കാണും, പക്ഷെ ആ മരീചിക എന്ന് പറയും, ആ വെള്ളം കുടിച്ചിട്ട് ദാഹം തീരില്ല. അതേപോലെ ശരീരം കാണും, ശരീരമുണ്ട്. ശരി, ശരീരത്തിന് ഒരു പെർഫെക്റ്റായിട്ട് ഒരു എക്സ്പ്ലനേഷനും ശരീരത്തിനെ പെർഫെക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സയൻസും ശരീരം കൊണ്ട് പെർഫെക്റ്റായിട്ട് സുഖം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു വഴിയും നിങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വഴി? ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇത് എന്തുകൊണ്ട് വന്നിരിക്കണു? അത് പണ്ട് നിങ്ങൾക്കുണ്ടായ ഒരു അജ്ഞാനത്തിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇങ്ങനെ പൊന്തി വന്നിരിക്കണത്. അതിനെ നിങ്ങൾക്ക് സുഖം തരുമ്പോ ശരി, അത് സുഖം അനുഭവിച്ചോളുക, ദുഃഖം തരുമ്പോ അതിന്റെ ദുഃഖവും അനുഭവിച്ചോളുക. പക്ഷേ ആ ദുഃഖവും സുഖത്തിന് അപ്പുറം പോയി സത്താചിത് സുഖരൂപമായ സന്നിധിയിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം ഉള്ളത് നിങ്ങൾക്ക്. അല്ലാതെ ഈ ശരീരത്തിൽ നിങ്ങളെ കൊണ്ട് ഫ്രീ ആവാൻ പറ്റില്ല. ശരീരമണ്ഡ അതുകൊണ്ടാണ് നല്ല വേദാന്തികളും ശരീരമണ്ഡലത്തിൽ വരുമ്പോ ദൈന്യഭാവത്തോടുകൂടെ ഭക്തന്മാരായിട്ടിരിക്കുന്നത്. ഭക്തിയെ പറ്റുള്ളൂ ശരീരമണ്ഡലത്തിൽ. ശരീരം ഞാനാണെന്ന് ധരിച്ചുകൊണ്ട് ആര് ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അസുരനായി പോവും.
ശരീരത്തിന് ഒരിക്കലും പെർഫെക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അദ്വൈതികൾ വിശിഷ്ടാദ്വൈതികളെയോ ദ്വൈതികളെയോ ഒന്നും എതിർക്കണില്ല. കാരണം അദ്വൈതികൾക്ക് നല്ലവണ്ണം അറിയാം അദ്വൈതം ഹയസ്റ്റ് പ്ലെയിനിലാണ് സത്യം, ബാക്കിയുള്ള തലത്തിൽ ദ്വൈതവും സത്യമാണ്, വിശിഷ്ടാദ്വൈതവും സത്യമാണ്. എന്തൊക്കെ പറയുന്നു അതൊക്കെ അവരവരുടെ പ്ലെയിനിലൊക്കെ സത്യമാണ്. പക്ഷെ അദ്വൈതി പറയണത് അവിടെയൊന്നും നിങ്ങൾക്ക് പൂർണ്ണ സമാധാനം ഉണ്ടാവില്ല. അവസാനം നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരും. ശരീരം ആരോഗ്യമായിരിക്കുമ്പോൾ ആരോഗ്യമായി ഇരുന്നുകൊള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അത് ചതിക്കുമ്പോൾ അതിൽ പെർഫെക്ഷൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഭ്രമിക്കണ്ട, അത് വീണുപോകും. ഇവിടെ പ്രൗഢ നിജാനുഭൂതി ഗളിത ദ്വൈതേന്ദ്രജാലോ ഗുരുഹു ഗൂഢം അഗൗഗ ദുഷ്ടകുധിയാം സ്പഷ്ടം സുധീശാലിനാം സ്വാന്തേ സമ്യഗിഹാനുഭൂതമപി സച്ചിഷ്യാവബോധായ തത് സത്യം സംസ്മൃതവാൻ നൈജം നിജാലോകനാഥ് എന്നാണ് ലാസ്റ്റ് ലൈൻ. ഇടയിലൊക്കെ പോയി 1-2 വാക്കൊക്കെ. പ്രൗഢ നിജാനുഭൂതികളിതദ്വൈതേന്ദ്രജാലോ ഗുരുഹു. ഈ ശിഷ്യൻ ചെന്ന് ചോദിക്കുമ്പോൾ അതുവരെ ഗുരുവിനൊന്നും ചിന്തിക്കേണ്ടി വരില്ല. കാരണം തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് പറയണത് ആ പാണ്ഡിത്യത്തിനെയും മാറ്റിവെച്ചിട്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന തോട്ട്സ് ഒന്നും കൊണ്ടുവരാതെ ശാന്തമാവുക എന്നാണ്, നിശ്ചലമാവുക, അടങ്ങുക. എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും ബുദ്ധിയിൽ കൊണ്ടുവന്ന് വിവേചനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെയിനിനെ ടയേർഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങും, നിശ്ചലമാവും. വാരണാസി സുബ്ബലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മ വേദാന്തമൊക്കെ പഠിച്ച അമ്മയാ. ആ അമ്മ രമണ ഭഗവാനോട് ചോദിച്ചു, ആത്മാ ചിത് സുഖരൂപമാണോ, ആത്മാ ബോധസ്വരൂപമാണോ, ആത്മാ പ്രകാശമാനമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ രമണ ഭഗവാൻ പറഞ്ഞ ഉത്തരം ആത്മാ ചിത് സുഖരൂപമാണോ, ബോധസ്വരൂപമാണോ, പ്രകാശമാനമാണോ, അതാണോ ഇതാണോ എന്നുള്ള ചോദ്യം അസ്തമിച്ച് ചുമ്മാ ഇരുന്നാൽ ആത്മാ പ്രകാശിക്കും. ചുമ്മായിര് നമ്മളുടെ സ്വരൂപമാണത്. ആ സ്വരൂപത്തിൽ നിത്യനിരന്തരം പ്രതിഷ്ഠിതനായ ആൾക്ക് ഈ ചോദ്യം വരുമ്പോഴാണ് നിജാലോകനാഥ് തന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഗുരു. പ്രൗഢ നിജാനുഭൂതി ഗളിതദ്വൈതേന്ദ്രജാല. അത്യധിക പ്രൗഢമായിട്ടുള്ള നിജാനുഭൂതി, സ്വരൂപാനുഭൂതി കൊണ്ട് ഗളിതദ്വൈതേന്ദ്രജാല, ആ ദ്വൈത ഇന്ദ്രജാലം അയാളെ വിട്ടുപോയി. ഗൂഢം അഗൗഗദുഷ്ടകുധിയാം. ബുദ്ധിയിലെ പൂർവ മഹാപാപവാസനകൾ കൊണ്ട് തെളിച്ചമില്ലാത്ത ബുദ്ധി കൊണ്ട് ഉള്ള ആളുകളിൽ എത്ര തന്നെ പറഞ്ഞാലും ഗൂഢമായി തെളിവില്ലാതെ കിടക്കുന്നതും സ്പഷ്ടം സുധീശാലിനാം. നല്ല തെളിഞ്ഞ പ്രജ്ഞയുള്ളവർക്ക് കയ്യിലിരിക്കുന്ന ആമലകം പോലെ അപരോക്ഷമായിട്ടുള്ളതും സ്വാന്തേ സമ്യഗിഹാനുഭൂതം, തന്റെ അന്തരംഗത്തിൽ നല്ലവണ്ണം ഇവിടെ തന്നെ അനുഭവിക്കപ്പെടുന്നതും ആയിട്ടുള്ള ആ സത്യം സംസ്മൃതവാൻ. വീണ്ടും ഒന്ന് ഓർത്തു അത്രേ ആ ഗുരു. എന്തിനാ ഓർത്തത്? സച്ചിഷ്യാവബോധായ, ആ നല്ല ശിഷ്യന്, പക്വിയായ ശിഷ്യന് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി അതിനെ ഒന്ന് ഓർമ്മിച്ചു കൊണ്ടുവന്നിട്ട് വാക്കുകളിൽ കൊണ്ടുവന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇത് ഇന്ദ്രജാലമാണ് എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്താചിത് സുഖരൂപം ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ ഞാൻ എന്നുള്ള അനുഭവം സത്താചിത് സുഖരൂപമാണ് എന്ന് അപരോക്ഷമായി നമുക്ക് കാണാം. അതൊരിക്കലും നമുക്ക് മറയണില്ല. ചിത്തവൃത്തികളൊക്കെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊക്കെ വരുന്നു. ആരോഗ്യം, അനാരോഗ്യമൊക്കെ വരുന്നു. എന്തൊക്കെ വന്നാലും അതിനു പുറകിലിരുന്ന് അതിനെയൊക്കെ അനുഭവിക്കുന്ന അനുഭവം സത്ത്, അത് അതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അഹമസ്മി ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമ്മളുടെ സെന്ററിൽ, കേന്ദ്രത്തിൽ നമ്മൾ നിരന്തരം അതായിട്ടിരിക്കുന്നുണ്ട്. അത് തന്നെയായി ഇരുന്നു കൊണ്ടാണ് അതിനെ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ അത് തന്നെയായി ഇരിക്കുന്നത് കൊണ്ടാണ് അതിന്റെ അന്വേഷണം തന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കില്ല.
സുഖം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് സുഖത്തിനെ നമ്മൾ പുറത്തുനിന്ന് ആഗ്രഹിക്കുന്നത്. നിത്യത്വം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിത്യത്വം എവിടെ കിട്ടുമെന്ന് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളുടെ ജ്ഞാനം തന്നെയാണ് ശരീരത്തിലൂടെ പുറമേക്ക് പ്രവഹിക്കുമ്പോൾ അജ്ഞാനമായിട്ട് മാറുന്നത്. അജ്ഞാനം എന്നൊരു വാക്കേ ഇല്ല. അജ്ഞാനം എന്ന് സെപ്പറേറ്റ് ഒരു വാക്കാണോ? ആ ചേർത്തിയ ജ്ഞാനമാണ് അജ്ഞാനം അല്ലേ? അജ്ഞാനം ഒരു സെപ്പറേറ്റ് വാക്കല്ലല്ലോ. ആ എന്ന് ചേർത്തിയിട്ട് ജ്ഞാനവും കൂടെ ചേർത്തിയാൽ അജ്ഞാനമായി. ഒരു നെഗേഷനോട് കൂടെ ജ്ഞാനം തന്നെയാണ്, അല്ല അജ്ഞാനം എന്ന് പ്രത്യേക ഒരു വാക്കില്ല. കാരണം അജ്ഞാനം എന്ന് പറയണതും തന്നെ ജ്ഞാനമാണ്. ആകാശത്തിൽ മേഘമുണ്ടെന്ന് പോലും അറിയണത് അതിന് പുറകിൽ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ പറയണു സൂര്യനെ മേഘം മറച്ചു എന്ന് പറയണം. അതുപോലെ എനിക്കൊന്നും അറിയണില്ല, ഞാൻ അജ്ഞാനിയാണ് എന്ന് പറയണം. ആരാ ഈ പറയണത്? ഈ പറയണ ആളാരാ? സകല വൈദിക മതവും ഇവിടെ അസ്തമിച്ചു. വേദത്തിന് അത്രയോ ഉദ്ദേശമുള്ളൂ. നമ്മളുടെ വൈദികമായ കർമ്മകാണ്ഡത്തിലുള്ള എല്ലാ ആചാരങ്ങൾക്ക് പുറകിലും ഇതാണ്. അനുഷ്ഠാനങ്ങൾക്ക് പുറകിലൊക്കെ ഇതാണ്. ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാത്തിലും അന്തര്യാമിയെ ഓർക്കാമെങ്കിൽ വൈദിക മതം കഴിഞ്ഞു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോതവാരാധനം. അതിൽ വൈദിക സമ്പ്രദായം മുഴുവൻ കഴിഞ്ഞു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇന്നലെ പറഞ്ഞില്ലേ, ബ്രഹ്മണ്യാധായ കർമാണി ബ്രഹ്മാർപ്പണം ബ്രഹ്മാവി. ഇതിലൊക്കെ വൈദിക മതം കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്ലോകം പഠിച്ചതോടുകൂടെ നിർത്തിയാൽ കാര്യമില്ല. നിരന്തരമായ ഓർമ്മിക്കലാണ്. എന്താ ഓർമ്മിക്കണത്? നമ്മൾ അന്വേഷിക്കുന്ന വസ്തു അഥവാ പൂർണ്ണ വസ്തു അഥവാ നമ്മളുടെ തന്നെ സെന്ററായിട്ടിരിക്കുന്ന അവയർനെസ്, ഉണർവ്. ആ ഉണർവിനെ നിരന്തരം ശ്രദ്ധിക്കുകയാണ്. ആ ഉണർവാണ് ഉള്ളിലിരുന്ന് കണ്ണിലൂടെ പ്രപഞ്ചത്തിനെ കാണുന്നത്. ആ ഉണർവാണ് ഉള്ളിലിരുന്ന് ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നത്. ആ ഉണർവാണ് മൂക്കിലൂടെ മണക്കുന്നത്. ആ ഉണർവാണ് നാവിലൂടെ രുചിക്കുന്നത്, ത്വക്കിലൂടെ സ്പർശിക്കുന്നത്. ആ ഉണർവിലേക്കാണ് നമ്മൾ കിടക്കുമ്പോൾ ഉറങ്ങുന്നത്. ആ ഉണർവിലാണ് മാതൃത്വം, പിതൃത്വം, പുത്രത്വം, അതായത് വാത്സല്യം, ദാസ്യം, കാരുണ്യം, എല്ലാ ഭാവങ്ങളും ആ ഉണർവിൻ്റെ ഉള്ളിൽ നിന്നാണ് പൊന്തുകയും ഇറങ്ങുകയും ചെയ്യണത്. ആ ഉണർവിലാണ് ദ്വേഷം മുതലായ വികാരങ്ങൾ ഉണ്ടാവുന്നത്. ആ ഉണർവിൽ നിന്നാണ് മനസ്സ് പൊന്തണത്. വീണ്ടും തിരിച്ച് ആ ഉണർവിലേക്ക് പോവാൻ പറ്റുമോ? ബാക്ക് ടു പെവലിയൻ. ക്രിക്കറ്റിൽ ഔട്ടായ പെവലിയനിലേക്ക് പോണ പോലെ ഇവിടുന്ന് തിരിച്ച് യു ഗോ ബാക്ക് ടു ദാറ്റ് സോഴ്സ്. ആത്മമൂല, മൂലം, തന്റെ മൂലത്തിലേക്ക്, മൂലസ്ഥാനത്തിലേക്ക് പോവാണ്. നമ്മളുടെ നദികളൊക്കെ അതുകൊണ്ടാണ് സിംബോളിക്കായിട്ട് എവിടെ എവിടെ അവര് പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിയുന്നുവോ അതൊക്കെ തീർത്ഥക്ഷേത്രമായി കണക്കാക്കണത്. ഗംഗ കാശിയിലൊക്കെ ഗംഗ തിരിച്ച് വടക്കോട്ട് തിരിയാണ്. അതുകൊണ്ടാണ് കാശി പവിത്രമാവുന്നത്. ഏതേത് സ്ഥലങ്ങളിൽ നദി തന്റെ മൂലത്തിലേക്ക് തിരിയുന്നുവോ അതാത് സ്ഥലം പവിത്രമാണ്. അതേപോലെ എവിടെ എവിടെ നമ്മൾ നമ്മളുടെ മൂലത്തിലേക്ക് തിരിയുന്നുവോ അവിടെ നമ്മൾ തീർത്ഥീകൃതരാവും. അപ്പോ ഏതൊന്നിൽ ഈ പ്രപഞ്ചം പ്രതിഷ്ഠിതമായിരിക്കുന്നുവോ, ചരാചര പ്രപഞ്ചം, ആ അവബോധം ഉണ്ട് എന്നുള്ള ഉണർവ്, അത് സച്ചിത് സുഖമാണ്. അതാണ് വിശ്വനാഥൻ അഥവാ കാശി. ആ കാശികയെ ഞാൻ ഭജിക്കുന്നു. സാ കാശിക അഹം. ആ കാശി തന്നെ എന്റെ സ്വരൂപമാണ്, നിജബോധരൂപ. കോശേഷു പഞ്ചസ്വധിരാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപ. 5 കോശങ്ങൾക്കുള്ളിലും
പ്രകാശിക്കുന്ന കോശേഷു പഞ്ചസു അധിരാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാകാശികാഹം നിജബോധരൂപാം. ഈ ദേഹമാകുന്ന ഗുഹ എന്നു പേര് ഈ ദേഹത്തിന്. അതിന് പഞ്ചകോശം, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന 5 കോശങ്ങൾക്കും ഉള്ളില് പ്രകാശിക്കുന്നതും അവിടെ ആത്മാ ശിവനും ബുദ്ധി ഭവാനിയുമാണ്. ആത്മാത്വം ഗിരിജാമതി സഹചരാഹ പ്രാണാഹ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരഃ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നത് ശിവനാണ്. ആത്മാത്വം ഗിരിജാമതി, ബുദ്ധിയോ ഗിരിജ ദേവിയാണ്. സഹചരാഹ പ്രാണാഹ, ശിവഗണങ്ങളാണത്രേ പ്രാണൻ. ശരീരം ഗൃഹം, ശരീരം തന്നെ കൈലാസപർവ്വതമാണ് അഥവാ അമ്പലമാണ്. പൂജാതേ വിഷയോപഭോഗരചന, ഭക്ഷണം കഴിക്കണതൊക്കെ ഭഗവാന് നിവേദ്യമാണ്. കിടന്നുറങ്ങുമ്പോ നിദ്രാസമാധിസ്ഥിതി, മനസ്സെവിടെ പോകും? ആ ശിവനിൽ തന്നെയാണ് പോകുന്നത്. സഞ്ചാരപദയോഹോ, നടക്കുമ്പോഴോ ഈ സഞ്ചാരമൊക്കെ പ്രദക്ഷിണവിധി, പ്രദക്ഷിണമാണ്. സഞ്ചാരപദയോഹോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര. ഈ ശബ്ദം ഉദിക്കണത് എവിടെയാ? നാദം ഉദിക്കണത് എവിടെയാ? ആ മൂലനാദത്തിൽ, മൂലശബ്ദത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ഇഫ് യു ആർ കോൺഷ്യസ് അബൌട്ട് ദ സോഴ്സ് ഓഫ് സൗണ്ട്, ഓരോ ശബ്ദവും സർവാ സ്തോത്രാണി, ഒക്കെ സ്തോത്രങ്ങളാണ്. യദ്യത് കർമ്മ കരോമി, ഹേ ഭഗവാനെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചേഷ്ടകൾ ഉണ്ടാവണോ അതൊക്കെ തവാരാധനം. ഹേ പരമേശ്വര, അങ്ങയ്ക്ക് ആരാധനമാണ്. എന്താന്ന് വെച്ചാൽ ആ ശക്തിയുടെ പിടിയിലാണ് ഈ ശരീരം ഇരിക്കുന്നത്. ആ ശക്തിയുടെ കയ്യിലൊരു യന്ത്രമാണ് ഈ ശരീരമെന്ന് നല്ലവണ്ണം അറിയുമ്പോ ശരീരം കൊണ്ട് ആ ശക്തി ബാധിക്കപ്പെടുന്നില്ല. ആ ശക്തിയുടെ കയ്യിൽ ഈ ശരീരവും മനസ്സും ഒക്കെ യന്ത്രമാണ്. അപ്പോ പൂർണ്ണമായി. ഇനി അടുത്ത ശ്ലോകം നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല